ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനമാണല്ലോ നാം പഠന വിഷയമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ കൊരിന്ത്യ ലേഖനം എഴുതുവാനുണ്ടായ സാഹചര്യങ്ങളും ലേഖനകർത്താവായ പരിശുദ്ധനായ പൗലോസ്ലീഹായും കൊരിന്ത്യ സഭയുടെ പശ്ചാത്തലങ്ങളും നമ്മൾ പഠന വിഷയമാക്കിയിട്ടുണ്ട്. മൂന്നാമത്തെ എപ്പിസോഡിൽ കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 1 മുതൽ 3 വരെയുള്ള വേദവാക്യങ്ങളാണ് ദൈവ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നാം പഠന വിഷയമാക്കിയത്. ആ പഠനത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ നമ്മുടെ കർത്താവിൻ്റെ ശരീരമാകുന്ന സഭ വിശുദ്ധമാണെന്നും ഭക്തരായ വിശ്വാസികൾ, വിശ്വാസ സമൂഹം പരിശുദ്ധമാണെന്നും പൗലോസ്ലീഹ തൻ്റെ വാക്യങ്ങളിലൂടെ നമ്മെ ഓർമ്മിപ്പിച്ചു. സഭയാകമാനം വിശുദ്ധമാണെന്നും സഭാവിശ്വാസികളിൽ ആ വിശുദ്ധി നിലനിൽക്കുകയും തങ്ങളുടെ ആത്മീയ ജീവിതത്തിലൂടെ ആ വിശുദ്ധിയെ കൂടുതൽ പ്രകാശിപ്പിക്കുവാനും കഴിയുന്നു എന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കൊരിന്ത്യ സഭ വിശുദ്ധമാണെന്നും കൊരിന്തിൽ പലവിധമായ തിന്മകളും അതോടൊപ്പം തന്നെ ധാർഷ്ട്യവും ചില പ്രതിസന്ധികളുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും കൊരിന്ത് സഭ ദൈവത്തിന് വിശുദ്ധമാണെന്നും അത് കർത്താവിൻ്റെ സഭയാണെന്നും ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ചുരുക്കം പേരുടെ തിന്മകൾ മൂലം സഭയുടെ വിശുദ്ധി നഷ്ടപ്പെടുന്നില്ല എന്നും സഭയാകമാനം വിശുദ്ധമായി നിലനിൽക്കുന്നു എന്നും നമ്മെ പഠിപ്പിക്കുന്നു. മൂന്നാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യ സഭയ്ക്ക് നൽകുന്നതായ ആമുഖ സന്ദേശത്തിൽ, അഭിസംബോധനയിൽ ഇപ്രകാരമാണ് നാം കാണുന്നത്: നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. കൊരിന്ത് സഭയ്ക്ക് ദൈവത്തിൻ്റെ കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പൗലോസ്ലീഹ ആശംസിക്കുകയാണ്. പഴയ നിയമകാലത്ത് യഹൂദന്മാർ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ അവർ നടത്തുന്നതായ അഭിസംബോധനയാണ് പീസ് ടു യു ഓർ പീസ് ആൻഡ് മേഴ്സി. ദൈവത്തിൻ്റെ കരുണയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് യഹൂദന്മാർ പരസ്പരം അഭിസംബോധന ചെയ്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നത് യഹൂദന്മാരുടെ ആത്മീയമായ ഒരു സംസ്കാരമായിരുന്നു. പരിശുദ്ധ സഭയുടെ ആരാധനാക്രമങ്ങളിലും
ദൈവത്തിൻ്റെ കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നത് ആരാധനകളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പരിശുദ്ധ ഓർത്തഡോക്സ് സഭയുടെ ആരാധനയിൽ പരിശുദ്ധ ഏവൻഗേലിയോൻ വായിക്കുന്നതിന് മുൻപും പരിശുദ്ധ ഏവൻഗേലിയോൻ വായിച്ചതിന് ശേഷവും നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. തുടർന്ന് വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്നതായ സമയത്തും പ്രധാന പുരോഹിതൻ ജനത്തിന് അഭിമുഖമായി നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടാകട്ടെ എന്നും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ തമ്പുരാൻ്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും നിങ്ങളെല്ലാവരും ഉണ്ടായിരിക്കട്ടെ എന്ന് അനുഗ്രഹ വാക്കുകൾ ആശംസിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഇവിടെ ദൈവത്തിൻ്റെ കൃപ, ദ ഗ്രേസ് ഓഫ് ഗോഡ്, ഗോഡ്സ് അൺലിമിറ്റഡ്, അൺകണ്ടീഷണൽ, uncreated love freely given to those who do not deserve. അർഹതയില്ല എങ്കിലും നമ്മൾ കുറവുള്ളവരാകുന്നു എങ്കിലും ദൈവത്തിൻ്റെ അതുല്യമായ കൃപകൾ, അളവില്ലാത്ത അനുഗ്രഹം ദൈവം തമ്പുരാൻ നമുക്ക് ദാനമായി നൽകുന്നു എന്നാണ് ഈ വാക്യങ്ങളിലൂടെ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. എന്നാൽ സമാധാനം, പീസ്, ഈസ് റിക്കൺസിലിയേഷൻ വിത്ത് ഗോഡ് ആൻഡ് വിത്ത് ഈച്ച് അതർ. ദൈവവുമായുള്ള ഐക്യപ്പെടൽ, അനുരഞ്ജനം, ദൈവികമായ ഒന്നായി തീരൽ, അത് ദൈവവുമായി മാത്രമല്ല, നമ്മുടെ മറ്റുള്ള എല്ലാവരുമായും അനുരഞ്ജനപ്പെടുന്ന, ഐക്യപ്പെടുന്ന അനുഭവമാണ് പീസ് എന്ന് പറയുന്നത്. യേശു തമ്പുരാൻ തൻ്റെ സ്വർഗാരോഹണത്തിന് മുൻപ് തൻ്റെ ശിഷ്യന്മാരെയും തൻ്റെ കൂടെയുള്ളവരെയും ആശീർവദിച്ചുകൊണ്ട്, അനുഗ്രഹിച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്നു: എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. എൻ്റെ സമാധാനമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്, ലോകം തരുന്നതായ സമാധാനമല്ല. ലോകം തരുന്നതായ സമാധാനമൊക്കെ അത് അസമാധാനമായി മാറും, അസ്വസ്ഥമായി മാറുന്നതായ സമയങ്ങളുണ്ട്. എന്നാൽ ദൈവം തരുന്നതായ സമാധാനം അത് ദൈവവുമായി, പിതാവുമായി ഐക്യപ്പെടുന്ന, ക്രിസ്തുവുമായി ഐക്യപ്പെടുന്ന, അനുരഞ്ജനപ്പെടുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് യേശു തമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം അരുളി ചെയ്തു: എൻ്റെ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിപ്പീൻ. ഞാനും എൻ്റെ പിതാവും ഒന്നായി തീർന്നിരിക്കുന്നു, അതുപോലെ ഞാനും നിങ്ങളും ഒന്നാകേണ്ടതിന് തന്നെ. അതുകൊണ്ട് നിങ്ങളും തമ്മിൽ ഐക്യപ്പെട്ട്, ക്രിസ്തുവിൽ ഐക്യപ്പെട്ട്, ദൈവസന്നിധിയിൽ ദൈവികമായ സമാധാനത്തിൻ്റെ മക്കളായി നിലനിൽക്കുവാൻ തക്കവണ്ണം പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ പൗലോസ്ലീഹ പറയുന്നത് കൊരിന്ത്യ സഭയ്ക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്നുള്ളതാണ്. ഇവിടെ രണ്ട് പാരമ്പര്യങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒന്നാമതായിട്ട് യഹൂദന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് മേഴ്സി ആൻഡ് പീസ്, ദൈവത്തിൻ്റെ കരുണയും സമാധാനവും എന്നാണ്. എന്നാൽ
ഗ്രീക്കുകാരുടെ ഇടയിൽ ഗ്രേസ് ദൈവത്തിൻ്റെ കൃപയ്ക്കായിരുന്നു പ്രാധാന്യം. അവർ കൃപയും സമാധാനവുമാണ് ആശംസിക്കുന്നത്. യഹൂദന്മാർ മേഴ്സിയും പീസും, കരുണയും സമാധാനവും. ഗ്രീക്കുകാർ അല്ലെങ്കിൽ യവനായന്മാർ ദൈവത്തിൻ്റെ കൃപയും സമാധാനവും, ഗ്രേസ് ആൻഡ് പീസ്, ഇതാണ് ആശംസിക്കുന്നത്. അപ്പോൾ എബ്രായർ ദൈവത്തെ പിതാവായി കാണുന്നു, യവനന്മാർ കർത്താവായി കാണുന്നു. ഈ രണ്ട് ചിന്താഗതിയും സമ്മേളിച്ചാണ് പൗലോസ്ലീഹ ഇവിടെ ദൈവത്തിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നത്. ഇവിടെ പ്രത്യേകമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പിതാവും പുത്രനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെ പൗലോസ്ലീഹ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ പൗലോസ്ലീഹ ആവർത്തിക്കുന്നത് 1-ാം അധ്യായം 4-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പൗലോസ് ഇപ്രകാരം പറയുന്നു: ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ കൃപ നിമിത്തം, ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ കൃപ നിമിത്തം കോരിന്ത് സഭയ്ക്ക് നൽകപ്പെട്ട ആത്മീയ അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രമർപ്പിക്കുന്നു. ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ കൃപ നിമിത്തം കോരിന്ത് സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആത്മീയമായ നൽവരങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രമർപ്പിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ അനവരതമായി കോരിന്ത് സഭയിലേക്ക് ദൈവം നൽകിയിട്ടുണ്ട്. അത് ആത്മീയ നൽവരങ്ങളായിട്ടാണ് കോരിന്ത് സഭ പ്രാപിച്ചിരിക്കുന്നത്. അപ്പോൾ കോരിന്ത് സഭയെക്കുറിച്ച് പൗലോസിന് വലിയ ഒരു സാക്ഷ്യം പറയുവാനായിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ കൃപ നിമിത്തം കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും ധാരാളം ആത്മീയ നൽവരങ്ങളെ കോരിന്ത് സഭ പ്രാപിച്ചിട്ടുണ്ട്. അതിൽ പൗലോസ്ലീഹ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രാർത്ഥനയിലൂടെ, ആരാധനയിലൂടെ, ക്രിസ്തുവും യേശുവുമായുള്ള അനുരഞ്ജനത്തിലൂടെ, ദൈവത്തിൻ്റെ സമാധാനത്തിലൂടെ നമ്മൾ പ്രാപിക്കുന്നതായ ആത്മീയമായ നൽവരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന ഒരനുഭവം. ഇവിടെ പൗലോസ് അതാണ് ചെയ്യുന്നത്. കൊരിന്ത് സഭയ്ക്ക് ലഭിച്ചതായ ആത്മീയമായ നൽവരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ആത്മീയമായ നൽവരങ്ങളെ നമ്മുടെ ജീവിതത്തിലും പ്രാപിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ ഈ ആശംസയിലൂടെ പൗലോസ്ലീഹ പറഞ്ഞത്, ക്രിസ്തുവുമായി, പിതാവാൻ ദൈവവുമായി സ്നേഹത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അനുഭവത്തിൽ നമ്മളുടെ ആത്മീയ ജീവിതത്തെ ഓരോ ദിവസവും ദൈവം മുൻപാകെ സമർപ്പിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കണം. ഇവിടെ എന്ത് ആത്മീയമായ നൽവരങ്ങളാണ് കൊരിന്ത്യ സഭയ്ക്ക് നൽകപ്പെട്ടത്? പ്രധാനമായും 5 ആത്മീയ നൽവരങ്ങൾ കൊരിന്ത് സഭ പ്രാപിച്ചു എന്ന് ഈ വേദഭാഗങ്ങളിൽ നമുക്ക് കാണാം. 1-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ക്രിസ്തുവേശുവിൻ്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നു. കാരണം ആത്മീയമായ ജീവിതത്തിലും ക്രിസ്തുവിൻ്റെ സുവിശേഷം പഠിക്കുന്നതിലും സുവിശേഷം പ്രാഗൽഭ്യത്തോടെ പഠിപ്പിക്കുന്നതിനും അത് പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കുന്നതിനുമുള്ള കൃപ
കൊരിന്ത് സഭ നേടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പൗലോസ് നൽകുന്നതായ കൊരിന്ത് സഭയ്ക്ക് നൽകിയതായ ഒന്നാമത്തെ പ്രശംസ അവരുടെ ക്രിസ്തീയ സാക്ഷ്യത്തിനാണ്. എന്താണ് അവരുടെ ക്രിസ്തീയ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, ദൈവവചനം പഠിക്കുന്നതിനും ദൈവവചനം പഠിപ്പിക്കുന്നതിനും ദൈവവചനം മനസ്സിലാക്കുന്നതിനും ദൈവവചനം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കുന്നതിനും മികവുള്ളവരായിരുന്നു കൊരിന്ത്യ സഭ എന്ന് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ മികവ് പുലർത്തിയിരുന്നവർ സമൂഹത്തിന് നല്ല ഒരു സാക്ഷ്യം നിർവഹിച്ചിരുന്നു. ഇതാണ് അവർ ദൈവികമായ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു. ലോകത്തിൻ്റെ ജ്ഞാനത്തിനുപരിയായി ദൈവികമായ പരിജ്ഞാനത്തിൽ ക്രിസ്തീയമായ സാക്ഷ്യം നിറവേറ്റിയവരാണ് കൊരിന്ത് സഭ എന്ന് ഇവിടെ 5-6 വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും 7-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, അവർ ആത്മീയമായ നൽവരങ്ങളിൽ ഒട്ടും കുറവില്ലാത്തവരായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ അതിൻ്റെ 12-14 അധ്യായങ്ങളിൽ ആത്മീയ നൽവരങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ആ 2 അധ്യായങ്ങൾ വായിച്ച് മുന്നോട്ട് പോകുവാനുള്ള സമയം ഇല്ലാത്തതിനാൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവത്തിൽ നിന്നുള്ള ആത്മീയ നൽവരങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അപ്പോസ്തല പ്രവൃത്തികൾ 12, 13, 14 അധ്യായങ്ങൾ ഒരു ഗൃഹപാഠമായി വായിച്ച് പഠിക്കുന്നതിനും ധ്യാനിക്കുന്നതിനും നിങ്ങൾക്കിടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അവർ ഒരു കൃപാവരങ്ങളിലും കുറവില്ലാത്തവരായിരുന്നു. അവരുടെ ജീവിത സ്വഭാവത്തിൻ്റെ നിർമ്മലത, അവരുടെ നടപടിക്രമങ്ങൾ, അവരുടെ ആത്മീയമായ ജീവിതം, ഒരുപക്ഷെ അവരുടെ വാക്കുകൾ, അവരുടെ പ്രവർത്തികൾ ഒക്കെയും ദൈവത്തിന് പ്രസാദകരമായതുകൊണ്ടാണ് അവർ ആത്മീയമായ നൽവരങ്ങളിൽ ഒട്ടും കുറവില്ലാത്തവർ എന്ന് പറയുമ്പോൾ, ആത്മീയ നൽവരങ്ങളിൽ തികഞ്ഞവർ. അല്പം കുറവുണ്ടെങ്കിൽ തികയുവാനായിട്ട് പറ്റുകയില്ലല്ലോ. അപ്പോൾ ഒട്ടും കുറവില്ലാത്തവരായി തീരുക എന്ന് പറഞ്ഞാൽ അവർ നിറവുള്ളവരായി, തികവുള്ളവരായി ക്രിസ്തീയ സാക്ഷ്യം നിർവഹിച്ചു എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്നാമതായിട്ട് അവർക്ക് നൽകപ്പെട്ടതായ കൃപാവരം, അവർ സകലത്തിലും ദൈവികമായ ജ്ഞാനത്തിൽ ദൈവികമായ സാക്ഷ്യം അവരിൽ ഉറപ്പിച്ചിരുന്നു. രണ്ടാമതായിട്ട് ആത്മീയമായ നൽവരങ്ങളിൽ അവരൊട്ടും കുറവില്ലാത്തവരായിരുന്നു. മൂന്നാമത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരുന്നവരായിരുന്നു കൊരിന്ത്യർ. 1-ാം അധ്യായം 7-ാം വാക്യം. അവർ കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരുന്നവരായിരുന്നു. ആദിമ സഭയിൽ കർത്താവിൻ്റെ 2ാമത്തെ വരവ്, പ്രത്യക്ഷത വളരെ സജീവമായി ധ്യാനിച്ചിരുന്ന ഒരു കാലഘട്ടമാണ്. റെവലേഷൻ, കർത്താവിൻ്റെ 2ാമത്തെ വരവ്. ദൈവം ഇപ്പോൾ അദൃശ്യമായി നമ്മളോട് വസിക്കുന്നു. നമ്മളുടെ ദൃഷ്ടികൾക്ക് കാണുവാൻ കഴിയില്ല എങ്കിലും ഉയർത്തെഴുന്നേറ്റ കർത്താവ് അദൃശ്യമായി നമ്മോട് സംസാരിക്കുന്നു. പരിശുദ്ധ സഭയുടെ ഓരോ കുദാശകളും ദൈവത്തിൻ്റെ അദൃശ്യമായ സാന്നിധ്യത്തിൻ്റെ ദൃശ്യമായ അനുഭവമാണ്. അദൃശ്യമായ ദൈവകൃപകളുടെ ദൃശ്യമായ അനുഭവമാണ് കൂദാശകൾ. അതുപോലെ ഇപ്പോൾ നമ്മളുടെ കണ്ണുകൾക്ക്
കർത്താവിനെ ദൃശ്യമായി കാണുവാൻ കഴിയുന്നില്ല എങ്കിലും, അവൻ അദൃശ്യനാണെങ്കിലും തൻ്റെ മഹാപ്രഭാവത്തോടുകൂടെ എല്ലാ മഹിമയോടും കൂടെ എഴുന്നള്ളുന്നതായ ഒരു രണ്ടാമത്തെ വരവ്, ആ വരവ് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കൊരിന്ത്യ സഭയെയാണ് പരിശുദ്ധനായ പൗലോസ്ലീഹ അവർ പ്രാപിച്ച ആത്മീയമായ കൃപാവരങ്ങളിൽ അവരെ പ്രശംസിച്ചുകൊണ്ട് ഇവിടെ അവരെ ദൈവമുൻപാകെ സ്തോത്രം ചെയ്യുന്നത്. ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഒരുപക്ഷേ പൗലോസ്ലീഹായുടെ ഉപദേശങ്ങളിൽ ഏറ്റവും പ്രധാനമായി നിഴലിച്ച് നിൽക്കുന്നതും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചുള്ള വിഷയമാണ് എന്ന് കാണുവാൻ സാധിക്കും. നാലാമതായിട്ട് കൊരിന്ത്യ സഭ ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. 1-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം, നിങ്ങൾ ക്രിസ്തുവേശുവിൻ്റെ കൂട്ടായ്മയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. കൊയിനോണിയ, കൂട്ടായ്മ, ക്രിസ്തുവുമായുള്ള കൂട്ടായ്മ. ആ ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയിലേക്കാണ് കൊരിന്ത് സഭ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തുവുമായി ഐക്യപ്പെടുന്ന അനുഭവമാണ്, ക്രിസ്തുവുമായി ഒന്നായിത്തീരുന്ന അനുഭവമാണ്, ക്രിസ്തുവുമായി താതാത്മ്യപ്പെടുന്ന അനുഭവമാണ് കൊയിനോണിയ. ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയിലേക്ക് നാം ആയിത്തീരുക. അതിനൊരു പൊതു സ്വഭാവമുണ്ട്. ഇന്നത്തെ കാലത്ത്, ആധുനിക കാലഘട്ടത്തിൽ ചില കൂട്ടായ്മകൾക്കൊക്കെയും ചില കൂടിവരവുകൾക്കൊക്കെ കൂട്ടായ്മ എന്ന് പറയാറുണ്ട്. എന്നാൽ ആ കൂടിവരവുകളുടെ കൂട്ടായ്മയെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. 10 പേര് കൂടുന്ന ഒരു കൂട്ടായ്മയുണ്ട്. ആ 10 പേര് കൂടി വരുമ്പോഴുള്ള ഒരു കൂട്ടായ്മയെക്കുറിച്ചല്ല പൗലോസ്ലീഹ പറയുന്നത്. ഇവിടെ 10 പേര് കൂടി വന്നാലും എത്ര പേര് കൂടി വന്നാലും അവർ കൂട്ടായ്മ ആചരിക്കുന്നത് ക്രിസ്തുവുമായിട്ടാണ്. ക്രിസ്തുവുമായുള്ള കൂട്ടായ്മ. ഞാനും എൻ്റെ പിതാവും ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ ഒന്നാകേണ്ടതിന് എന്ന് കർത്താവ് ഓർമ്മിപ്പിച്ചതുപോലെ, അരുളി ചെയ്തതുപോലെ ആത്മാവിലുള്ള ഐക്യം, ആ ഐക്യമെന്ന് പറയുന്നത് ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയാണ്. തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ ഞാൻ അവരുടെ മധ്യേ വസിക്കുന്നു. ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൂടി വരുന്ന മക്കളുടെ ഇടയിൽ ക്രിസ്തു വസിക്കുന്നു. നമ്മൾ കൂട്ടായ്മ ആചരിക്കുന്നത് പരസ്പരമല്ല, നമ്മൾ കൂട്ടായ്മ ആചരിക്കുന്നത് ക്രിസ്തുവുമായിട്ടാണ്. ക്രിസ്തീയ സഭയുടെ തലയാകുന്ന ക്രിസ്തുവുമായിട്ട് കൂട്ടായ്മ ആചരിക്കുന്ന, ഒന്നായിത്തീരുന്ന അനുഭവം. അവിടെയാണ് പൗലോസ്ലീഹ പറയുന്നത് കൊരിന്ത്യ സഭയെ ക്രിസ്തുവിലുള്ള കൂട്ടായ്മയ്ക്കായിട്ട് വിളിച്ചിരിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇപ്രകാരം നമുക്ക് കാണുവാൻ സാധിക്കും. ക്രിസ്തുവിൽ വല്ല പ്രബോധനവുമുണ്ടെങ്കിൽ, സ്നേഹത്തിൻ്റെ വല്ല ആശ്വാസവുമുണ്ടെങ്കിൽ, ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിവുമുണ്ടെങ്കിൽ, നിങ്ങൾ ഏകഭാവമുള്ളവരായി, ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം കൊണ്ട് ഐകമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവീൻ. ക്രിസ്തുവിൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ഏകഭാവമുള്ളവരായി, ഏക സ്നേഹമുള്ളവരായി, ദൈവികമായ സാമീപ്യത്തിലും സാന്നിധ്യത്തിലും കൂടി വരുന്നതാണ് ക്രിസ്തീയമായ കൂട്ടായ്മ എന്ന് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 5-മതായി ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് പൗലോസ്ലീഹ. തൻ്റെ പുത്രനും
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്കാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അവൻ വിശ്വസ്തനാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാളിൽ, അവൻ്റെ പ്രത്യക്ഷതയിൽ കുറ്റമില്ലാത്തവരായി കൊരിന്ത്യർ കാണപ്പെടും എന്നതിൻ്റെ അടിസ്ഥാനവും ഉറപ്പും ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. ദൈവം വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുന്നവനാണ്. ആവർത്തന പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ, അവൻ തന്നെ സ്നേഹിച്ച് തൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെയും നിയമവും ദയയും പാലിക്കുന്നവനാണ്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 24-ാം വാക്യത്തിൽ, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ വാക്ക് മാറാത്തവനാണ്. അപ്പോൾ ദൈവം വിശ്വസ്തനാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 46 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പരിശുദ്ധ കന്യകമറിയാമിൻ്റെ പാട്ടിനെ പറ്റി നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെയും കന്യകമറിയാം അവസാനം ഇപ്രകാരം പറയുന്നു, നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തതുപോലെ അബ്രഹാമിനും അവൻ്റെ സന്തതിക്കും എന്നേക്കും ദൈവത്തിൻ്റെ കരുണ ഓർക്കേണ്ടതിന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു. തൻ്റെ പിതാക്കന്മാർക്ക് കൊടുത്തതായ വാഗ്ദത്തം ഇതിലൂടെ ദൈവം നിറവേറ്റിയിരിക്കും. കാരണം അവൻ വിശ്വസ്തനാണ്, അവൻ വാക്ക് മാറാത്തവനാണ്. ദൈവം വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ് എന്ന് എബ്രായ ലേഖനം 10-ാം അധ്യായം 23-ാം വാക്യത്തിലും പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവസാനം വെളിപാട് പുസ്തകം 19-ാം അധ്യായം 11-ാം വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരമാണ് കാണുന്നത്, അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു, ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി, അതിന്മേലിരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേർ. ആ വെള്ളക്കുതിര പ്രത്യക്ഷമായി, അതിന്മേലിരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേർ. ദൈവം വിശ്വസ്തനാണ്. കർത്താവിൽ പ്രിയരെ, ഈ വേദഭാഗത്തിലൂടെ നമ്മൾ കണ്ടത് കൊരിന്ത് സഭ ദൈവത്തിൻ്റെ ആത്മീക വരങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ടവരായിരുന്നു. ഈ വേദഭാഗത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും പഠിക്കുമ്പോഴും നമ്മളുടെ ആത്മീയ ജീവിതത്തെ പരിശോധിക്കുവാനും നമ്മളുടെ കുറവുകളെ മനസ്സിലാക്കുവാനും ദൈവത്തിൻ്റെ ആത്മീയമായ നൽവരങ്ങളെ പ്രാപിക്കുവാൻ തക്കവണ്ണം ആത്മീയ നൽവരങ്ങളിൽ കുറവില്ലാത്തവരായി, ദൈവസന്നിധിയിൽ ക്രിസ്തീയ സാക്ഷ്യമുള്ളവരായി, കർത്താവിൻ്റെ 2ാമത്തെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കുന്നവരായി, ആ പ്രത്യക്ഷതയിൽ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ 2ാമത്തെ വരവിൽ അവനെ എതിരേൽക്കുവാനുള്ള ആ വലിയ കൂട്ടായ്മയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടും ശ്രദ്ധയോടും സമർപ്പണത്തോടും കൂടെ നമ്മളുടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ.